ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ വെനസ്വേലയാണ്. വരുന്ന വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ മത്സരം നടക്കുക. അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഈ മത്സരത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും? പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് അതിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് ഇപ്പോഴും 2 സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഏറെക്കുറെ ലൈനപ്പ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു സംശയം വരുന്നത് അലക്സിസ് മാക്കാലിസ്റ്ററെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ ജിയോവാനി ലോ ചെൽസോയെ ഉൾപ്പെടുത്തണോ എന്നുള്ളതാണ്. മാക്കാലിസ്റ്റർ ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയിക്കൊണ്ട് ഇന്നലെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. ഇന്നലത്തെ ട്രെയിനിങ് സെഷൻ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. അതായത് വെനസ്വേലക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ ഒരൊറ്റ ട്രെയിനിങ് സെഷൻ മാത്രമായിരിക്കും ഈ ഒരു ലിവർപൂൾ സൂപ്പർ താരത്തിന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റെസ്റ്റ് നൽകാൻ സാധ്യതയുണ്ട്. പകരം ലോ ചെൽസോ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മറ്റൊരു സംശയം, മുന്നേറ്റ നിരയിൽ ഹൂലിയൻ ആൽവരസിനെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ ലൗറ്ററോ മാർട്ടിനസിനെ ഉൾപ്പെടുത്തണോ എന്നതാണ്. ഇത് എപ്പോഴും സ്കലോണിക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മത്സരത്തിന് മുന്നേയാണ് അല്ലെങ്കിൽ തൊട്ടു മുന്നേയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും അർജന്റീനയുടെ പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമി മാർട്ടിനസ് തന്നെയായിരിക്കും. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെഹ്വേൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടമെന്റി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ റോഡ്രിഗോ ഡി പോളും ലിയാൻഡ്രോ പരേഡസും ഉണ്ടാകും. അലക്സിസ് മാക്കാലിസ്റ്ററെ ഉൾപ്പെടുത്തണോ ലോ ചെൽസോയെ ഉൾപ്പെടുത്തണോ എന്നുള്ളത് സ്കലോണി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. മുന്നേറ്റ നിരയിൽ തിയാഗോ അൽമേഡക്കും മെസ്സിക്കും സ്ഥാനം ഉറപ്പാണ്. ഇവരോടൊപ്പം ഹൂലിയൻ ആൽവരസ് സ്റ്റാർട്ട് ചെയ്യുമോ ലൗറ്ററോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഇങ്ങനെ 2 സംശയങ്ങൾ മാത്രമാണ് സ്കലോണിക്ക് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഏതായാലും അടുത്ത വേൾഡ് കപ്പിന് സൗത്ത് അമേരിക്കയിൽ നിന്നും ആദ്യമായിക്കൊണ്ട് യോഗ്യത നേടിയ ടീമാണ് അർജന്റീന. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് അവർ പുറത്തെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.